1.25 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പുലിമുട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. 9.5 കോടി രൂപയാണ് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത്. രാജ്യാന്തര നിലവാരമുള്ള ഒരു ബീച്ച് ടൂറിസം സെന്റർ അതായിരുന്നു ചാലിയത്തേക്ക് എത്തുമ്പോൾ ലക്ഷ്യം. ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായി ചാലിയം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പകൽ സമയത്ത് കാണുന്ന ചാലിയമല്ല, രാത്രിയാകുമ്പോഴാണ് ചാലിയത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായി കാണാനാവുക. ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായി ചാലിയത്തെ മാറ്റുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ചരിത്രപരമായി ഏറെ സവിശേഷതകളുള്ള സ്ഥലമാണ് ചാലിയം. ഇവിടുത്തെ തീരപ്രദേശം അത് പരിസ്ഥിതി സൗഹൃദമാക്കണം, പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി വലിയ അടിസ്ഥാന സൗകര്യ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുവഴി ലക്ഷ്യമിട്ടത്. ചാലിയം മാടി വിളിക്കുകയാണ്, സഞ്ചാരികളെ ഇവിടേക്ക് വരൂ. 1.25 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ടെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ 14 ബാംബു കിയോസ്കുകളുണ്ട്, ബാംബു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒപ്പം തന്നെ ബീച്ച് അംബ്രല, വാച്ച് ടവർ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കണ്ടൊരു കവാടമുണ്ടല്ലോ, ഒരു ആർച്ച്, ഓഷ്യാനസിൻ്റെ നാമം പതിച്ചൊരു ഒരു കവാടം നമ്മൾ കണ്ടു. എന്തായാലും വൈകിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം അത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ചാലിയം ബീച്ചാകെ മാറിയല്ലോ. അതെ. ഇപ്പോൾ ഇതാ ഇങ്ങനെയുള്ളൊരു വികസനം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം വൈകിട്ടൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല.